ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് കൊള്ളിയും മുരിങ്ങടലയും കൂടെ ഒരു വെറൈറ്റി കറിയായിട്ടാണ് വന്നിട്ടുള്ളത്. അതിനായിട്ട് 2 കഷ്ണം കൊള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ മുരിങ്ങടലയാണ്, അത് ഊരിയെടുത്തതാണ്. ഇനി ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കിയതാണ്. ഇനി അത് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് നമ്മുടെ നാട്ടിൽ കൊള്ളി എന്നാ പറയുക. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് ഇതിന് പറയുക? ഒന്ന് കമന്റ് ചെയ്യുക. ഇനി കുക്കറിലിട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ 4-5 വെളുത്തുള്ളി നീളത്തിൽ മുറിച്ചതും തക്കാളിയും പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 3-4 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. നന്നായി ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ അങ്ങനെ നന്നായി വേവിച്ചെടുക്കണം. ചില കൊള്ളി നന്നായി കയ്പുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തിളപ്പിച്ചിട്ട് വേണം ചെയ്യാൻ. ഈ കൊള്ളി കയ്പില്ല, അപ്പോൾ അങ്ങനെ വേവിച്ചെടുത്തതാണ്. ഇനി മുരിങ്ങടല അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതിൽ ചേരുന്നവരെ നന്നായി ഇളക്കി എടുക്കണം. ഇപ്പോൾ വെള്ളത്തിൻ്റെ കുറച്ച് കുറവുണ്ട്, അപ്പോൾ അത് ഇളക്കിയ ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ ആയി കിട്ടിയിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി അതിലേക്ക് കുറച്ച് വെള്ളമാണ്, ഒരു ചെറിയ ബൗള് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് വേവിച്ചെടുക്കാം. ഇനി അതിലേക്ക് അരപ്പ് തയ്യാറാക്കാം. അപ്പം ഇതിനായിട്ട് ഒരു 3/4 മുറിയാണ് തേങ്ങ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 3 അല്ലി ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് മിക്സർ ജാറിൽ വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായി തന്നെ അരച്ചെടുക്കണം. അപ്പോൾ അതാ മുരിങ്ങടലയും കൊള്ളിയും നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം അതിലേക്ക് മിക്സർ ജാറിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മിക്സ് ചെയ്ത ശേഷം ലൂസ് വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇങ്ങനെയാണ് ആക്കിയെടുത്തിട്ടുള്ളത്, അധികം വെള്ളമാക്കിയിട്ടില്ല. അപ്പം നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല രുചിയാണ്. ഇനി ഒന്ന് തിളച്ച ശേഷം അതിലേക്ക് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. വീഡിയോ ഇങ്ങനെ ഇളകുന്നത് കയ്യിൽ മൊബൈൽ വെച്ചിട്ട് എടുത്ത കാരണം കൊണ്ടാണ്. അപ്പോൾ ദാ ഈ ഒരു പരുവത്തിലായി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് താളിക്കാനായിട്ട് പാൻ ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയ ശേഷം കുറച്ച് നല്ല ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല ജീരകം മൂത്ത ശേഷം അതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, കഷ്ണങ്ങളാക്കിയിട്ടാണ്. എന്നിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല രുചിയാണ്. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.